വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹിക നീതിയുടെ കാവലാളാവുക എന്നുള്ള പ്രമേയത്തിൽ സംസ്ഥാനത്തുടനീളം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അംബേദ്കർ ജയന്തി വാരാചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സാഹോദര്യ സംഗമത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ആദ്യമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബി.ആർ. അംബേദ്കർ നൂറ്റാണ്ടുകളോളം ഒരു സമൂഹത്തെയും തലമുറയെയുമൊക്കെ അഭിമുഖീകരിച്ചു പോന്ന, അവർക്ക് അതിജയിക്കേണ്ടി വന്ന വർണ്ണാശ്രമ സമ്പ്രദായത്തിൻ്റെയും മനുഷ്യത്വ വിരുദ്ധവും മാനവിക വിരുദ്ധവുമായിട്ടുള്ള ജാതി വിവേചനങ്ങൾക്കുമെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇന്നും നിലനിൽപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനതകൾക്കുമുള്ള പ്രചോദനവും അതുപോലെ തന്നെ അവരുടെ ആവേശവുമായി നിലകൊള്ളുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും വലിയ അർത്ഥത്തിൽ രാജ്യത്ത് അധിവസിച്ചു കൊണ്ടിരിക്കുന്ന പിന്നോക്കാവർണ സമൂഹങ്ങൾ അവഗണനകളും വേട്ടയാടലുകളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ബി.ആർ. അംബേദ്കറുടെ ബാല്യകാലം കുരുത്തുവരുന്നത് വലിയ അർത്ഥത്തിലുള്ള അവഗണനകളിൽ നിന്നായിരുന്നുവെന്നുള്ളത് നമ്മുടെ സ്കൂളുകളിലെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ അർത്ഥത്തിൽ ഉഷ്ണം നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 8, 9, 10 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ വലിയ അർത്ഥത്തിൽ ഉഷ്ണത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കത്തി നിൽക്കുന്ന ഒരു വേനൽ ചുറ്റുപാടിൽ കുടിക്കാൻ തൻ്റെ മുന്നിൽ വെള്ളം നിൽക്കുമ്പോഴും അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള തൻ്റെ വിദ്യാലയത്തിലെ കുടിവെള്ളത്തിൻ്റെ കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമെന്ന് പറയുന്നത് നമുക്കൊന്നും തന്നെ സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ അംബേദ്കറുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൂജയിൽ നിന്ന് ഒരിറ്റ് വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് അവകാശം നിഷേധിക്കപ്പെട്ട കാലം. ഒരുപാട് ഡെസ്കുകളും ബെഞ്ചുകളും ഒക്കെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള തൻ്റെ കലാലയത്തിലെ ക്ലാസ് മുറിയിൽ അവിടെ ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചാക്ക് പിരിച്ചുകൊണ്ട് ക്ലാസിൻ്റെ ഒരു മൂലയിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാലം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികമായിട്ടുള്ള ഉത്സാഹങ്ങളും കെടുത്തിക്കളയാൻ, വിദ്യാഭ്യാസപരമായ തൻ്റെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാമൂഹികമായിട്ടുള്ള അതിജീവനം സാധ്യമാകാത്ത വിധത്തിൽ അരികുവൽക്കരിക്കപ്പെടാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അവഗണനകളും നിലനിൽക്കുമ്പോഴും ബി.ആർ. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ അവഗണനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നേരെയുള്ള വിവേചനങ്ങളുമെല്ലാം ഒരു സമൂഹത്തെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഊർജമായി അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്.
BR അംബേദ്കർ എന്ന് പറയുന്ന ആ പോരാളി ജനിക്കപ്പെടുന്നത് വർണ്ണാശ്രമത്വ സംവിധാനത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടുകൂടായ്മയുടെയും പേരിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ കാലയളവിൽ ആട്ടിയകറ്റപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള വിവേചനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താവായി ഉയർന്നു വന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് അദ്ദേഹം ഈ അർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അവഗണനകളിൽ നിന്ന് അവഗണനകളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോഴും ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന മനുഷ്യ സമൂഹത്തെ അവരുടെ അവകാശങ്ങളുടെ സംരക്ഷകരായി, ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ അവർണ ജനസമൂഹങ്ങളുടെ വിമോചനത്തിൻ്റെ ഒരു പ്രവാചകനായി ഈ രാജ്യത്തിന് മുന്നിൽ അവതരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ രാജ്യത്തു നിന്ന് പുറത്തുപോയി വിദ്യാഭ്യാസം നേടി തിരിച്ചു വരുമ്പോഴും വിദ്യാഭ്യാസാനന്തരം അദ്ദേഹം വിവിധാർത്ഥത്തിൽ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലുമെല്ലാം അദ്ദേഹം ആദ്യമായി ജോലി കയറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും, ബറോഡയിലെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി അദ്ദേഹം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും, ആ സാമ്പത്തിക കാര്യാലയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സവർണനായ ക്ലർക്കിൽ നിന്ന് അവിടെ പോലെ തന്നെ അവിടുത്തെ പ്യൂണിൽ നിന്ന് ഫയലുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, ബറോഡയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ പരിസരത്തൊന്നും തന്നെ അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ താമസിക്കുവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഹോട്ടലുകളും നിഷേധിക്കപ്പെട്ട വിവേചനത്തിൻ്റെ ഒരു കാലം BR അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂവ്മെൻറ്റിൻ്റെ രൂപീകരണ കാലം തൊട്ടുകൊണ്ട് ഈ രാജ്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടാണോ നമ്മൾ സംസാരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞത്, ബാബാ സാഹിബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ വളരെ ആസൂത്രിതമായി ആട്ടിപ്പുറത്താക്കപ്പെട്ടിട്ടുള്ള അവകാശ നിഷേധങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ളപ്പെടുന്ന ഈ രാജ്യത്തെ ആദിവാസികൾക്ക് വേണ്ടി, പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ രാജ്യത്ത് വിവിധങ്ങളായിടങ്ങളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ജാതി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിനടുത്ത് ഞങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയമായ സംഘാടനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സർവകലാശാലകളിൽ, പൊതുകലാലയങ്ങളിൽ, രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി യുവജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സമൂഹത്തിന് മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന അമിതാധികാരത്തിൻ്റെ ഫാസിസത്തിൻ്റെ ദ്രംഷ്ടകളിൽ നിന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടണമെങ്കിൽ, ഈ രാജ്യം ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ, ഈ രാജ്യത്തെ ദളിതുകളും ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹിക ന്യൂനപക്ഷ അവർണ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുകയും ആ അവർണ ജനവിഭാഗങ്ങൾ കൂടി അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വരികയും ആ അധികാര പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിനകത്ത് വളരെ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക സാഹചര്യം എന്ന് സംജാതമാകുന്നുവോ അന്ന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണമായ ജനാധിപത്യ രാജ്യമായി ഞങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളതാണ് ഈ രാജ്യത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പതാകയിൽ, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രമേയങ്ങളിൽ നിങ്ങൾ കാണുന്ന നവജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 5 ആണ്ടിലൊരിക്കൽ ഇവിടുത്തെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുന്ന, അങ്ങനെ ഇവിടെ പാർലമെൻറ്റിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും പഞ്ചായത്തിലേക്കും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേവലമായി മുന്നോട്ട് പോകുന്ന ആണ്ടിലൊരിക്കൽ വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നവജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയത്തെ ഈ രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് അവതരിപ്പിക്കുകയും ആ നവജനാധിപത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഇവിടുത്തെ സവർണ താല്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണികൾ, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ള
ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ആരൊക്കെയാണ് അവഗണിക്കപ്പെട്ടത്? ആ അവഗണിക്കപ്പെട്ട മർദ്ദിത ജനസമൂഹത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ഇവിടുത്തെ സാമൂഹിക മേഖലയിൽ അവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും കടന്നു വരികയും അങ്ങനെ കടന്നു വന്ന് നവീകരിക്കപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തെ അതൊരു നവജനാധിപത്യം എന്ന ആശയത്തിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നിർവഹിക്കുന്ന ഈ ദൗത്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ സവർണ തമ്പുരാക്കന്മാർ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മേലാളന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസാധാരണമായ, അനിതര സാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ സവർണ താല്പര്യമുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അവരൊരിക്കലും കേൾക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് പുലരാൻ അവർ ആഗ്രഹിക്കാതിരിക്കുന്ന അംബേദ്കറുടെ വായനകൾ, അതുപോലെ തന്നെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ, അതെല്ലാം തന്നെ ഈ രാജ്യത്തിനകത്ത് വളരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ബാബാ സാഹിബ് അംബേദ്കറിലൂടെ, അതുപോലെ തന്നെ ഭാരത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാനായ അയ്യങ്കാളിയിലൂടെ, അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനോടെ, മമ്പുറം തങ്ങളന്മാരിലൂടെ, അതുപോലെ തന്നെ വെളിയങ്കോട് മർക്കാദി ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ രാജ്യത്ത് മാനവീയതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് വേണ്ടി വർണ്ണ വിവേചനങ്ങളില്ലാത്ത, ഭാഷാപരമായ വിവേചനങ്ങളില്ലാത്ത, വേഷത്തിൻ്റെ വിവേചനങ്ങളില്ലാത്ത, മതപരമായ വിവേചനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് മഹാനായ അംബേദ്കറുടെ ഓർമ്മകൾ ചർച്ചയ്ക്ക് വെക്കുന്നതിലൂടെ, ഇത്തരത്തിലുള്ള അനുസ്മരണ വാരാചരണങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അംബേദ്കറുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ വരാനിരിക്കുന്ന പോരാട്ടത്തിൻ്റെ നാളുകളുടെക്കുള്ള ഊർജമാണ്. അതുപോലെ തന്നെ ആ ഓർമ്മകൾ ഇവിടുത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ വ്യവസ്ഥയുള്ള, അതുപോലെ തന്നെ വർണ്ണാശ്രമത്തിൻ്റെയും മനുസ്മൃതിയുടെയും ഒക്കെ ആ ഒരു പുരാതന കാലത്തെ നമ്മളെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ഒരു ചരിത്രാതീത കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ അനുസ്മരണ ദിനമെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയയായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയും അതുപോലെ തന്നെ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സമീമ സക്കീറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ ഉപസംഹരിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.